അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അതൊക്കെ നമ്മൾ പരിഹരിക്കും. എന്റെ മേക്കപ്പിന്റെ കാര്യം നമ്മൾ പരിഹരിക്കും. അപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എന്റെ സ്കിൻ ടോൺ ഒന്നും പിടിയിട്ടില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. എന്റെ കൺമുമ്പിൽ നിന്ന് പോടാ. അപ്പോൾ ശരിക്കും നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് അടുത്ത ദിവസം ഉറപ്പായിട്ട് വരാം. റിപ്പോർട്ടർ ടിവിയിൽ നിന്നും രാജിവെച്ച സുജിയ പാർവതി 10 ലക്ഷം രൂപ മാസശമ്പളത്തിലാണ് ബിഗ് ടിവിയിൽ ചീഫ് എഡിറ്ററായി ചുമതലയേൽക്കുന്നത് എന്നതും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. ഒരു ബിഗ് ടിവി ബസ് എന്ന് പറഞ്ഞ ഒരു രീതിയിൽ ഒരു ബസ് ഇറക്കുകയും കേരളത്തിലുടനീളം പ്രേക്ഷകരെ നേരിട്ട് കാണാൻ പരസ്യത്തിനായി ഒരു ബസ്സിൽ ചാനൽ പ്രൊമോഷനുമായി നടക്കുകയാണ്. ആളുകളെ നേരിട്ട് കാണുക, അവരോട് സംസാരിക്കുക, അവരുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുക, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കേൾക്കുക, അത് അഡ്രസ് ചെയ്യുക എന്ന രീതിയിലാണ് ഈ പരിപാടി പോയിരുന്നത്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ലൈവ് റിപ്പോർട്ടിംഗിൽ സുജിയ പാർവതിയുടെ സ്കിൻ കളറിനെ കുറിച്ച് ആക്ഷേപമുണ്ടാവുന്നത്. ചാനൽ ലൈറ്റിൽ ഫെയറായി കാണുന്ന സുജയെ ഡേ ലൈറ്റിൽ കണ്ടപ്പോൾ ഇരുണ്ട കളറാണെന്നും ഒപ്പം സുജയ്ക്ക് നേരെ ബോഡി ഷേമിംഗും ഉണ്ടായി. അതിഭീകരമായ സൈബർ ആക്രമണമാണ് സുജയ്ക്കെതിരെ ഇപ്പോൾ നടക്കുന്നത്. വലിയ പ്രതീക്ഷയോടെ ചാനൽ വന്നെങ്കിലും ഉള്ളടക്കത്തിൽ വ്യത്യാസങ്ങളൊന്നും എത്തിക്കാൻ ബിഗ് ടിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതൊക്കെ വസ്തുതയാണ്. എന്നാൽ അത് ഒരു സ്ത്രീക്ക് നേരെ തൊലിയുടെ നിർത്തന്റെ പേരിൽ കളിയാക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത കാര്യമാണ്. ചാനലിന്റെ ഉള്ളടക്കത്തെയോ അതിന്റെ പ്രവർത്തനത്തെയോ വിലയിരുത്തുന്നതിന് പകരം ഒരു സ്ത്രീയുടെ നിറത്തെയും രൂപത്തെയും പരിഹസിക്കുന്ന ശൈലിയിലാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം അതിനോട് പ്രതികരിച്ചത് എന്നത് അങ്ങേയറ്റം ഖേദകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യം, ഈ ചാനൽ ലൈറ്റിങ്ങിലും അല്ലെങ്കിൽ ആ സമയത്തെ ഇൻഡോർ മേക്കപ്പിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മളെ കാണുന്നതും യഥാർത്ഥമുള്ള രൂപം തമ്മിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതിന്റെ അർത്ഥം നമുക്ക് കഴിവില്ല എന്നല്ലല്ലോ. സ്റ്റുഡിയോ ലൈറ്റിലെ വെളുപ്പും ഡേ ലൈറ്റിലെ നിറവും തമ്മിലുള്ള വ്യത്യാസം ചർച്ചയാക്കുന്നവർ മറന്നു പോകുന്നത് ഒരു മാധ്യമ പ്രവർത്തകയുടെ മികവ് അവളുടെ നിറത്തിലല്ല, മറിച്ച് വാർത്തകൾ വിശകലനം ചെയ്യാനും അവതരിപ്പിക്കാനുള്ള കഴിവിലാണെന്നത് സത്യം. ആ സത്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സുജിയ പാർവതി ഇത് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ.